ബിഗ് ബോസ് മലയാളം സീസൺ 6 പണപ്പെട്ടി കൊണ്ടുവരാൻ പോകുന്നു. പെങ്ങളൂട്ടിക്ക് വേണ്ടി പൊന്നാങ്ങള പണപ്പെട്ടി കൊണ്ടുപോകുമോ? അതുപോലെ തന്നെ ബിഗ് ബോസിൽ നിന്ന് വിജയസാധ്യത ഇല്ല എന്ന് മനസ്സിലാക്കിയ നോറ പണപ്പെട്ടി തൂക്കുമോ? ബിഗ് ബോസ് മലയാളം സീസൺ 6 ഒരു ബിഗ് ബ്രേക്കിംഗ് അപ്ഡേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവര് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. അങ്ങനെ ബിഗ് ബോസ് ഹൗസിൽ ഈ ആഴ്ച പണപ്പെട്ടി ടാസ്ക് ആണ്. പണപ്പെട്ടി ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് ബിഗ് ബോസ് ഹൗസിൽ വെക്കുന്നതായിരിക്കും. ചിലപ്പോ ഇന്ന് വെച്ചിട്ടില്ല എന്തൊക്കെയാണെങ്കിൽ നാളെ പണപ്പെട്ടി കൊണ്ടുവരാനായിട്ട് സാധ്യതയാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ചൊവ്വാഴ്ചത്തെ ലൈവിലും എപ്പിസോഡിലുമായിട്ട് നമുക്കത് കാണാൻ സാധിക്കും. അതായത് ഞായറാഴ്ച ഷൂട്ട് ചെയ്യുന്നതാണ് തിങ്കളാഴ്ച കാണിക്കുന്നത്. അപ്പോൾ ഇതുവരെ വെച്ചിട്ടില്ല. അപ്പോൾ തിങ്കളാഴ്ച ആയിരിക്കും പണപ്പെട്ടി ബിഗ് ബോസ് ഹൗസിൽ വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചൊവ്വാഴ്ചത്തെ എപ്പിസോഡിലും ലൈവിലുമായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നോറ പണപ്പെട്ടി കൊണ്ടുപോകാനുള്ള സാധ്യതയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ നോറ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിക്റ്റ് ആയി പോകും. അതിനുശേഷം കുറച്ച് സമയത്തേക്ക് സീക്രട്ട് റൂമിൽ ഇരുത്തിയിട്ട് നോറയെ വീണ്ടും ബിഗ് ബോസ് ഹൗസിലേക്ക് കയറ്റി വിടുന്നുണ്ട്. അപ്പൊ നോറയ്ക്ക് ഏകദേശം പിടികിട്ടിയിട്ടുണ്ട്. പുറത്ത് തനിക്ക് ബിഗ് ബോസ് ഹൗസിൽ വിജയിക്കാൻ തക്ക സപ്പോർട്ട് ഇല്ല എന്നുള്ള കാര്യം നോറയ്ക്ക് ഏകദേശം പിടികിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് നോറ, ഈ പറയുന്ന പണപ്പെട്ടി കൊണ്ടുപോകാനായിട്ട്. ഇത് ബിഗ് ബോസ് തന്നെയാണ് നോറയ്ക്ക് ഹിന്റ് കൊടുത്തത്. ഇന്ന് എവിക്റ്റ് ആക്കി വിടുന്നു, പിന്നീട് വീണ്ടും ബിഗ് ബോസ് ഹൗസിലേക്ക് കയറ്റി വിടുന്നു. അതിനുശേഷം വരുന്ന പണപ്പെട്ടി ടാസ്കിൽ തീർച്ചയായിട്ടും പണത്തിന് ആവശ്യമില്ലാത്ത ആരാ ഉള്ളത്. അപ്പൊ തീർച്ചയായിട്ടും വിജയസാധ്യത ഇല്ല എന്ന് 100% മനസ്സിലാക്കിയ നോറ പണപ്പെട്ടി എടുക്കാനായിട്ടുള്ള സാധ്യത ഏറെയാണ്. അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു സാധ്യത കാണുന്ന മറ്റൊരു കണ്ടസ്റ്റന്റ് ആണ് സായി കൃഷ്ണ. നന്ദനയോട് സായി ഇന്നലെ പറഞ്ഞൊരു കാര്യമാണ്, 10 ലക്ഷമോ അല്ലെങ്കിൽ 10 ലക്ഷത്തിന് മുകളിലോ ഉള്ള ഒരു തുക ഈ പറയുന്ന പണപ്പെട്ടി ടാസ്കിന്റെ ഭാഗമായി വന്നാൽ അത് ഞാൻ എടുത്തിട്ട് അത് നിന്നെ ഏൽപ്പിക്കുമെന്ന്. ഇത്ര വലിയ സ്നേഹമുള്ള ആങ്ങളമാരെ എവിടെ നിന്ന് കിട്ടാനാണ് എന്റെ പൊന്ന് നന്ദനെ. അപ്പോൾ നന്ദന ആങ്ങളെ എന്താണ് ഒരിക്കലും കബളിപ്പിക്കാതിരിക്കുക, അത്രേ പറയാനുള്ളൂ. എന്തൊക്കെയാണെങ്കിലും സായി പറഞ്ഞൊരു കാര്യം തന്നെയാണിത്. ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പണപ്പെട്ടി എടുക്കുമെന്ന് ഏകദേശം ഉറപ്പിച്ചിരുന്നൊരു വ്യക്തിയാണ് ഈ പറയുന്ന നന്ദന എന്ന് പറയുന്നത്. അപ്പോൾ നന്ദന ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പെട്ടെന്ന് എവിക്റ്റ് ആയി പോയ സമയത്ത് സായിക്ക് ഒരുപാട് സങ്കടമായി. അപ്പോൾ പണപ്പെട്ടി എടുക്കണമെന്ന് അത്രയും ആഗ്രഹിച്ചിരുന്ന കുട്ടിയല്ലേ. സായിക്കാണെങ്കിൽ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കണമെന്നോ വിജയിക്കണമെന്നൊന്നും വലിയ ഇതൊന്നുമില്ല. സായിക്ക് എപ്പോൾ ഇറക്കി വിട്ടാലും പോകാം അങ്ങനെ ഒരു മെന്റാലിറ്റിയിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും സായി 10 ലക്ഷമോ 10 ലക്ഷത്തിന് മുകളിലോ പണപ്പെട്ടിയിൽ തുക കാണുകയാണെങ്കിൽ എടുക്കാനായിട്ട് വലിയ സാധ്യതയാണ് കാണുന്നത്. ആ പൈസ സായി പെങ്ങളൂട്ടിക്ക് കൊടുക്കുമെന്നുള്ള കാര്യം ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം പണം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ്. ഞാൻ വേണ്ടാതീനം പറയുന്നതല്ല. ഇപ്പോൾ സായി ഈ പണം എടുത്തിട്ട് വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് ഭാര്യയോ അച്ഛനോ അമ്മയോ ഇത് ഈ പറയുന്ന പെങ്ങളൂട്ടിക്ക് കൊടുക്കാനായിട്ട് സമ്മതിച്ചില്ല എങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ ചിലപ്പോൾ പകുതി കൊടുക്കുമായിരിക്കും. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് 100% ഉറപ്പൊന്നും പറയാൻ സാധിക്കില്ല. എന്തൊക്കെയാണെങ്കിലും ഈ പറയുന്ന പണപ്പെട്ടിയിൽ 10 ലക്ഷമോ 10 ലക്ഷത്തിന് മുകളിലോ ഒരു തുക കാണുകയാണെങ്കിൽ സായി അത് എടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വിജയസാധ്യത തനിക്ക് ഒട്ടുമില്ല എന്ന് മനസ്സിലാക്കിയ നോറ പണപ്പെട്ടി കാണുമ്പോൾ ചാടിക്കേറി പൊക്കാനായിട്ടുള്ള സാധ്യതയും അവിടെ കാണുന്നുണ്ട്. അപ്പൊ പണപ്പെട്ടിക്ക് വേണ്ടി ഒരു അടി നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നമുക്ക് നോക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 6 പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്